ഈ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന നെക്സ്റ്റ് സെൻസ് ഓർഗൻ ദാറ്റ് ഈസ് ഇയർ. ഓക്കെ, സോ ഇയർ ദാറ്റ് ഈസ് എ സെൻസ് ഓർഗൻ വിച്ച് വിൽ ബി ഹെൽപ്പിംഗ് അസ് ഫോർ ഹിയറിംഗ്. നമുക്ക് സൗണ്ടൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള സെൻസ് ഓർഗനാണ് ഇയർ എന്ന് പറയുന്നത് അല്ലേ. അന്ന് ഇയർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ് ഹാസ് 3 ഡിഫറെൻറ്റ് പാർട്സ് ആസ് എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ ആൻഡ് ഇന്നർ ഇയർ അല്ലേ. എക്സ്റ്റേണൽ ഇയർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഭാഗമാണ്. ദിസ് ഈസ് നത്തിങ് ബട്ട് ദ പിന്ന ഓഫ് ഇയർ. Okay, the external ear, it is nothing but pinna of ear. Pinna വന്നിട്ട് the sound it will be able to capture by pinna. അല്ലെങ്കിൽ സൗണ്ടിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് പിന്നയ്ക്ക് കഴിയും. That pinna it opens to the external auditory canal. ഓപ്പൺ ചെയ്യുന്ന external auditory canalലേക്കാണ്. എക്സ്റ്റേണൽ ഓഡിറ്ററി കനാലിൽ നമുക്ക് അൺനെസസറിലി കയറുന്ന ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ, ആവശ്യമില്ലാത്ത ഡസ്റ്റ് പാർട്ടിക്കിൾസിനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെയർ സെൽസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു പ്രൊട്ടക്ഷൻ ഡിഫൻസ് മെക്കാനിസത്തിന് വേണ്ടിയിട്ട് വാക്സ് സെക്രീറ്റിംഗ് സെൽസും ഉണ്ടാവും. വാക്സ് വിച്ച് ഈസ് പ്രസന്റ് ഇൻസൈഡ് ദ ഇയർ ദറ്റ് ഈസ് കോൾഡ് ആസ് സെറുമെൻ. സെറുമെൻ എന്ന് പറയുന്ന ഒരു വാക്സ് ആണ് നമ്മുടെ ഇയറിന്റെ എക്സ്റ്റേണൽ ഓഡിറ്ററി കനാലിൽ സെക്രീറ്റ് ചെയ്യുന്ന വാക്സ് എന്ന് പറയുന്നത്. ഈ എക്സ്റ്റേണൽ ഓഡിറ്ററി കനാൽ എൻഡ് ചെയ്യുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂലാണ് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ടിംപാനിക് മെംബ്രെയിൻ. Okay, the tympanic membrane it is made with a connective tissue. Outer portion it will be membranous and inner portion it will be like mucilaginous tissue. അതിന്റെ പുറത്തെ ഭാഗം മെംബ്രേനിയസും അകത്തെ ഭാഗം മ്യൂസിലേജിനസ് ടിഷ്യൂ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇനി ഇറ്റ് ഓപ്പൺസ് ടു ദ മിഡിൽ ഇയർ. മിഡിൽ ഇയറിൽ നമുക്ക് കാണാൻ കഴിയുന്ന 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോൺസ് ആണ്. Malleus, incus and stapes. It is arranged in a series. Malleus ഒരു ഹാമർ പോലെയാണ് കാണുക. ഇൻകസ് എന്ന് പറയുന്നത് നമുക്ക് ഒരുമാതിരി 2 ബോണിന്റെ ഇടയിൽ സപ്രസ് ആയിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ അത് ഒരുമാതിരി അടക്കല്ല് പോലെ ഇങ്ങനെ ഒരു പരന്നിരിക്കുന്ന പോലത്തെ ഒരു സ്ട്രക്ചർ ആയിരിക്കും എന്തിനാ, ഇൻകസിന്. അതേപോലെ തന്നെ സ്റ്റേപ്പേസ് എന്ന് പറയുന്ന നമ്മുടെ ബോഡിയിലെ ഏറ്റവും ചെറിയ ബോണാണ് സ്റ്റേപ്പേസ് എന്ന് പറയുന്നത്. ആ സ്റ്റേപ്പേസ് നമ്മൾ ഈ കുതിരയുടെയൊക്കെ മേലെ കയറിയിരിക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ ഒരു സാധനത്തിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കാലിട്ടിരിക്കില്ലേ, അതായത് ഇതേപോലെ ഒരു സ്ട്രക്ചറുള്ള ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കാല് കടത്തിയിട്ടിട്ട് ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടിരിക്കില്ലേ, അതേപോലെ ഒരു സ്ട്രക്ചറാണ് എന്തിനുള്ളത്, സ്റ്റേപ്പേസിനുള്ളത്. സ്റ്റേപ്പേസ് അതാ ഇവിടെ വരച്ചേക്കുന്നുണ്ട് തന്നെ അറിയാം അല്ലെ, അതേപോലെ ഒരു സ്ട്രക്ചറാണ്. ഈ സ്റ്റേപ്പേസ് ഇറ്റ് വിൽ ബി ഇൻ കോൺടാക്ട് വിത്ത് ദ ഇന്നർ ഇയർ. അപ്പൊ മിഡിൽ ഇയറിന്റെ 3 ഭാഗങ്ങൾ എന്ന് പറയുന്നത് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പേസ് ആണ്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പേസ്, ദീസ് ആർ 3 വൈബ്രേറ്റിംഗ് ബോൺസ്. ഇവിടുന്ന് വരുന്ന വൈബ്രേഷൻസ്, സൗണ്ടിന്റെ വൈബ്രേഷൻസ് ആംപ്ലിഫൈ ചെയ്യാനുള്ളതാണ് ഈ പറയുന്ന മാലിയസും ഇൻകസും സ്റ്റേപ്പേസും. Stapes it opens to the inner ear through the oval window. ഈ സ്റ്റേപ്പേസ് ഇന്നർ ഇയറിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഓവൽ വിൻഡോ വഴിയാണ്. ഓവൽ വിൻഡോ എന്ന് പറയുന്നത് ഫെനിസ്ട്ര ഒവാലിസ് എന്നും പറയും കേട്ടോ. ഓവൽ വിൻഡോയ്ക്ക് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ഫെനിസ്ട്ര ഒവാലിസ് എന്ന് പറഞ്ഞാൽ stapes it will be in contact with the inner ear and that will be in touch with the fenestra ovalis or the oval window. Malleus it will be in contact with the tympanic membrane. അതിന്റെ ഇടയിൽ കാണുന്നതാണ് ഇൻകസ് എന്ന് പറയുന്നത്. അതേപോലെ we can see this middle ear it is extending through a tube to the pharynx region. ആ ട്യൂബിന് നമ്മൾ പറയുന്ന പേരാണ് യൂസ്റ്റാക്കിയൻ ട്യൂബ്. യൂസ്റ്റാക്കിയൻ ട്യൂബ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ the pressure in outside and inside it will be pressure of the air it will be balanced by this Eustachian tube. Eustachian tube ആണ് ഈ pressure inside and outside it will be balanced. Now the innermost region or the inner region of the ear is called as the inner ear. Inner earൽ നമുക്ക് 2 ഭാഗങ്ങളാണ് കാണാൻ കഴിയുക. ഒന്ന് വെസ്റ്റിബുലർ അപ്പാരറ്റസും ഒന്ന് കോക്ലിയർ. ഇനി ഇത് പറയുന്നതിന് മുമ്പ് ഇന്നർ ഇയറിൽ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ, ഇന്നർ ഇയർ ഇറ്റ് ഈസ് മെയ്ഡ് വിത്ത് ലാബറിന്ത്. ദാറ്റ് ഈസ് മെയ്ഡ് വിത്ത് ബോണി ലാബറിന്ത് ആൻഡ് മെംബ്രേനിയസ് ലാബറിന്ത്. ഞാൻ പറയുമ്പോൾ ശ്രദ്ധിച്ചിരുന്നോളാം. ബോണി ലാബറിന്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഒരു പേനയുടെ ഉള്ളിൽ, ഒരു പെന്നിന്റെ ഉള്ളിൽ റീഫിൽ ഇട്ടേക്കാണ്. ആ പെന്നിന്റെ ഉള്ളില്, പെന്നെന്ന് പറയുന്നത് അത് കുറച്ച് കട്ടിയുള്ള സാധനം, അതാണ് ബോണി ലാബറിന്ത് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ കുറച്ച് ഫ്ലൂയിഡ് ഒഴിച്ചിട്ടുണ്ടായിരിക്കട്ടെ, അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ റീഫിൽ ഇറക്കി വിടുമ്പോൾ ആ റീഫിലിന്റെ ഉള്ളിൽ എന്തുണ്ട്, മഷിയുണ്ട് അല്ലെ, അത് വേറൊരു തരത്തിലുള്ള ഫ്ലൂയിഡ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ ഏറ്റവും പുറത്തുള്ള പേനയുടെ കവറിങ് ഉണ്ടല്ലോ, അതായത് ആ പെന്ന് ഈ ഫിറ്റീസ് അത് നമുക്കറിയാം, നമുക്ക് പ്ലാസ്റ്റിക് കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റീൽ കൊണ്ടോ അങ്ങനെയൊക്കെയുള്ള പെന്നായിരിക്കും. അത് ബോൺ കൊണ്ടുണ്ടാക്കിയതാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള റീഫിൽ എന്ന് പറയുന്നത് മെംബ്രെയിൻ കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിൽ, ഈ ബോൺ കൊണ്ട് ഉണ്ടാക്കിയ ആ പെന്നിൻ്റെ ഉള്ളിലൊരു ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ
അതുപോലെ മെംബ്രെയിൻ കൊണ്ടുണ്ടാക്കിയ ആ റീഫില്ലിന്റെ ഉള്ളിലൊരു ഫ്ലൂയിഡ് ഉണ്ടെങ്കിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ ഒരു സ്ട്രക്ചർ ആയിരിക്കും എന്തിന് ലാബറിന്തിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഇന്നർ ഇയറിന്റെ ഒരു കോമൺ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് ഇതുപോലെ ഒരു ഔട്ടർ ട്യൂബ് ഉണ്ടാവും ദാറ്റ് ഈസ് മെയ്ഡ് വിത്ത് ബോൺസ്. ഇനി ഇതിന്റെ ഉള്ളിൽ എന്തുണ്ടാവും ഫ്ലൂയിഡ് ഉണ്ടാവും. അതേപോലെ തന്നെ അതിന്റെ ഉള്ളില് ഒരു മെംബ്രേനിയസ് പോർഷൻ ഉണ്ടാവും. അപ്പൊ ഈ മെംബ്രേനിയസ് പോർഷന്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ടാവും. സോ ഹിയർ ദിസ് ഈസ് മെംബ്രെയിൻ ആൻഡ് ദിസ് വൺ ഇറ്റ് ഈസ് ബോൺ. അപ്പൊ ബോണിന്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, അതേപോലെ തന്നെ മെംബ്രെയിന്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്. ദിസ് ഈസ് കോൾഡ് ആസ് ബോണി ലാബ്രിന്ത്. ഇത് നമ്മള് ബോണി ലാബ്രിന്ത് എന്ന് പറയും. And this is called as membranous labyrinth. Membranous labyrinth എന്ന് പറയും. അതേപോലെ ബോണി ലാബ്രിന്തിൽ ഫില്ല് ചെയ്തേക്കുന്ന ഈ ഫ്ലൂയിഡിന് നമ്മൾ പറയുന്ന പേരാണ് പെരിലിംഫ്. അതായത് പുറം ഭാഗത്ത് ഫില്ല് ചെയ്തിട്ടുള്ള ലിംഫിന് പറയുന്ന അല്ലെങ്കിൽ ഫ്ലൂയിഡിന് പറയുന്ന പേരാണ് പെരിലിംഫ്. അതേപോലെ ഇന്നർ റീജിയൻ മെംബ്രേനിയസ് ലാബ്രിന്തിൽ ഫില്ല് ചെയ്തിട്ടുള്ള ഫ്ലൂയിഡിന് പറയുന്ന പേരാണ് എൻഡോലിംഫ്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ഇന്നർ ഇയറിൽ കാണുന്ന ഇന്നർ ഇയർ ഉണ്ടാക്കിയിട്ടുള്ള എന്തുകൊണ്ടാണ് ബോണി ലാബ്രിന്തും മെംബ്രേനിയസ് ലാബ്രിന്തും. ബോണി ലാബ്രിന്ത് അതായത് പുറത്തെ ആ ഒരു കവറിംഗിൽ ഉള്ളിൽ ഫില്ല് ചെയ്തേക്കുന്ന പെരിലിംഫും അകത്തെ ഇതിന്റെ മെംബ്രെയിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുള്ള എൻഡോലിംഫും ആണ്. ഓക്കെ, ദിസ് മച്ച് ഈസ് ക്ലിയർ. ഇനി ബോണി ലാബ്രിന്തും മെംബ്രേനിയസ് ലാബ്രിന്തും രണ്ട് തരത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, രണ്ട് റീജിയനിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്നർ ഇയറിൽ. അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് കേട്ടോ. ഇനി നോക്കിക്കേ, ഈ ഓവൽ വിൻഡോ ഇറ്റ് ഓപ്പൺസ് ടു ദിസ് റീജിയൻ ആൻഡ് ഹിയർ ഈ ഔട്ടർ പോർഷൻ എന്ന് പറയുന്നത് എന്താ, ദാറ്റ് വിൽ ബി ഫിൽഡ് വിത്ത് പെരിലിംഫ്. അതേപോലെ തന്നെ ഈ ഇന്നർ പോർഷനിൽ എന്തായിരിക്കും, ഇറ്റ് വിൽ ബി ഫിൽഡ് വിത്ത് എൻഡോലിംഫ്. കാരണം എന്താ, ഇത് ബോൺ കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിൽ ഇത് എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്, മെംബ്രെയിൻ കൊണ്ട് ഉണ്ടാക്കിയതാണ് അല്ലെ. ഇനി അതിന്റെ ക്രോസ് സെക്ഷൻ നമുക്ക് പിന്നീട് കാണാം. അതേപോലെ തന്നെ ദാ ഇവിടെയുണ്ട്. ഇവിടുത്തെ ഈ ഇത്രയും ഒരു റീജിയനെ, അതായത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ഡിഫറെന്റ് റീജിയൻസ്. ഇന്നർ ഇയർ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ഡിഫറെന്റ് റീജിയൻ. ഇത്രയും ഭാഗത്തിന് നമ്മൾ വെസ്റ്റിബുലാർ അപ്പാരറ്റസ് എന്ന് പറയും. ഇത്രയും ഭാഗത്തിന് നമുക്ക് വെസ്റ്റിബുലാർ അപ്പാരറ്റസ് എന്ന് പറയാം. ഇത്രയും ഭാഗത്തിന് നമുക്ക് കോക്ലിയ എന്ന് പറയാം. ഇത്രയും ഭാഗത്തിന് നമ്മൾ വെസ്റ്റിബുലാർ അപ്പാരറ്റസ് എന്ന് പറയും, ഇത്രയും ഭാഗത്തിന് കോക്ലിയ എന്ന് പറയും. ഇനി നമുക്ക് ഈ ഇയറിന്റെ ആക്ച്വലി ചെയ്യപ്പെടുന്നത് ഈ ഇന്നർ ഇയറിലാണ്. വെസ്റ്റിബുലാർ അപ്പാരറ്റസ് നമ്മുടെ ബോഡിയുടെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ കോക്ലിയ ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഹിയറിംഗ്. ഇവിടെ നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ടും ഇവിടെ നമ്മുടെ ബോഡി ബാലൻസിന് വേണ്ടിയിട്ടും ഉള്ളതാണ്. ഇനി ഫസ്റ്റ് നമുക്ക് വെസ്റ്റിബുലാർ അപ്പാരറ്റസ് എന്താണെന്ന് കാണാം. ദെൻ ആഫ്റ്റർ ദാറ്റ് വി വിൽ സീ ദ കോക്ലിയ റീജിയൻ. ഫസ്റ്റ് നമ്മൾ ഇത് ഈ കാണുന്ന ഭാഗമായിട്ട് പഠിക്കാൻ പോകുന്നത്. വെസ്റ്റിബുലാർ അപ്പാരറ്റസിൽ നമുക്ക് ഈ ബോണി ലാബ്രിന്തും മെംബ്രേനിയസ് ലാബ്രിന്തും, അതായത് ഈ സാധനം ഇങ്ങനെ വളച്ചു വെച്ച എങ്ങനെ ഇരിക്കുമോ ആ സ്ട്രക്ചറാണ് വെസ്റ്റിബുലാർ അപ്പാരറ്റസ് എന്ന് പറയുന്നത്. വെസ്റ്റിബുലാർ അപ്പാരറ്റസിൽ ആ അപ്പാരറ്റസ് അല്ലെങ്കിൽ ആ ഓരോ കനാല്, സെമി സർക്കുലാർ കനാല് അറേഞ്ച് ചെയ്തിട്ടുള്ള, ഇത് ഓരോന്നും ഓരോ കനാലാണ് കേട്ടോ. ഞാൻ 3 കനാല് വെച്ചിട്ടുണ്ട്. എനിക്ക് അത്ര നന്നായി പടം വരയ്ക്കാൻ അറിയില്ല. ഇതൊരു 3 ഡയമെൻഷണൽ പിക്ചറായിട്ട് നമ്മൾ കാണണം. അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. See here, one semicircular canal is if it is like this. Another semicircular canal it will be like this, and another semicircular canal it will be like this. അതായത് ഒരെണ്ണം ഇങ്ങോട്ടാണെങ്കിൽ ഒരെണ്ണം ഇങ്ങോട്ട്, ഒരെണ്ണം ഇങ്ങോട്ട്. അതായത് 3 ഡയമെൻഷണൽ ഡയറക്ഷനിലായിരിക്കും എന്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സെമി സർക്കുലർ കനാൽസ് ആർ അറേഞ്ച്ഡ് ഇൻ ദ വെസ്റ്റിബുലാർ അപ്പാരറ്റസ്. വെസ്റ്റിബുലാർ അപ്പാരറ്റസ് എന്ന് പറയുന്ന ബോണി ലാബ്രിന്തും മെംബ്രേനിയസ് ലാബ്രിന്തും പോലെ ട്യൂബുലാർ സ്ട്രക്ചർ തന്നെയാണ്. ട്യൂബിനകത്ത് 2 ഫ്ലൂയിഡ് ഉണ്ട്. ഉള്ളിലെ എൻഡോലിംഫും പുറത്ത് പെരിലിംഫും ആണ്. ഈ ട്യൂബിനെ നമ്മൾ വളച്ച് ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചറിൽ ഓരോന്നും റൈറ്റ് ആംഗിൾ ആയിട്ട് അറേഞ്ച് ചെയ്ത എങ്ങനെ ഇരിക്കോ അതേപോലെയാണ് വെസ്റ്റിബുലാർ അപ്പാരറ്റസിന്റെ അറേഞ്ച്മെന്റ്. ഈ വെസ്റ്റിബുലാർ അപ്പാരറ്റസിലെ സെമി സർക്കുലർ കനാല് ഓരോന്നിന്റെയും സ്റ്റാർട്ടിങ്ങില് ഒരു ചെറിയ ബൾജിങ് പോലെ കാണാം അല്ലെ. ആ ബൾജിങ്ങിന് നമ്മൾ പറയുന്ന പേരാണ് ആംബ്യൂള. ഇതിന് ഓരോന്നിനും നമ്മൾ പറയുന്ന പേരാണ് ആംബ്യൂള. ഈ ആംബ്യൂളയ്ക്ക് ഒരു ചെറിയ റിഡ്ജ് പോലത്തെ ഒരു പ്രൊജക്ഷൻ ഉണ്ട്. അത് അതിന്റെ സെൻസറി റീജിയൻ ആണ് കേട്ടോ. അതിന് നമ്മൾ പറയുന്ന പേരാണ് ക്രിസ്റ്റ ആംബ്യൂളറിസ്. ക്രിസ്റ്റ ആംബ്യൂളറിസ്. That is the ampulla has a projecting ridge that is called as crista ampullaris.
Okay, it has a projecting ridge called crista ampullaris. അതൊരു സെൻസറി റീജിയൻ ആണ് അതിൻ്റെ. അതേപോലെ നമുക്ക് ഈ വെസ്റ്റിബുലാർ അപ്പാരറ്റസ് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഒരു റീജിയനിൽ ഒരു ബൾജിങ് പോലെ കാണാം. അതായത് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന റീജിയനിൽ ഒരു ചെറിയ സ്വെല്ലൻ പോർഷൻ കാണാം. ആ സ്വെല്ലൻ പോർഷനും സെൻസിറ്റീവ് ആണ്. ആ രണ്ട് സ്വെല്ലൻ പോർഷൻ നമ്മൾ യൂട്രിക്കിളിനും സാക്യൂളിനും റെപ്രസെന്റ് ചെയ്യും. ഈ യൂട്രിക്കിളും സാക്യൂളിന്റെയും ആ ഭാഗത്തും ഒരു റിഡ്ജ് പോലെ കാണാം. ആ റിഡ്ജിന് നമ്മൾ പറയുന്ന പേരാണ് മാക്യുല. ഈ യൂട്രിക്കിളിന്റെയും സാക്യൂളിന്റെയും റിഡ്ജിന് നമ്മൾ പറയുന്ന പേരാണ് മാക്യുല. ഇത് രണ്ടും സെൻസ് റീജിയൻ ആണ്. അതായത് അത് നമുക്ക് ഓരോ ചേഞ്ചസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന റീജിയൻ ആണ് എന്ത് ക്രിസ്റ്റ ആംപ്യുലറിസും അതുപോലെ തന്നെ മാക്യുല റീജിയനും. സോ the body balance, it will be maintained by this sensory region as crista ampullaris and macula. And here because of these two sensory region, the body balance will be maintained. appo ee sensory region രണ്ടും കൂടി കൂടിയിട്ട് നമ്മൾ പറയുന്ന പേരാണ് ഓട്ടോലിത്ത് ഓർഗൻ. ഓട്ടോലിത്ത് ഓർഗൻ ഇതിന് പറയുന്ന പേരാണ് ഓട്ടോലിത്ത് ഓർഗൻ. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പറഞ്ഞു ഇന്നർ ഇയർ ഉണ്ടാക്കിയേക്കുന്ന മെംബ്രേനിയസ് ലാബ്രിന്തും ബോണി ലാബ്രിന്തും കൂടിയിട്ടാണ്. ബോണി ലാബ്രിന്ത് പുറത്തും മെംബ്രേനിയസ് ലാബ്രിന്ത് അകത്തുമാണ്. ബോണി ലാബ്രിന്തിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുള്ള പെരിലിംഫും അകത്ത് മെംബ്രേനിയസ് ലാബ്രിന്തിന്റെ ഉള്ളിൽ ഫില്ല് ചെയ്തേക്കുന്ന എൻഡോലിംഫും ആണ്. അപ്പൊ ഈ ബോണി ലാബ്രിന്തും മെംബ്രേനിയസ് ലാബ്രിന്തും വെസ്റ്റിബുലാർ അപ്പാരറ്റസിൽ എങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചാൽ 3 സെമി സർക്കുലർ കനാല് മാതിരി ഒന്നിങ്ങനെ ഒന്ന് ഈ ഡയറക്ഷനിൽ ഇങ്ങനെ 3 ഡയമെൻഷണൽ സ്ട്രക്ചറിൽ ഒന്നിനൊന്ന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ വി ക്യാൻ സി വെസ്റ്റിബുലാർ അപ്പാരറ്റസിന്റെ ഓരോ സെമി സർക്കുലർ കനാല് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ ഒരു സ്വെല്ലൻ റീജിയൻ ഉണ്ട്. അതിനെ നമ്മൾ ആംപ്യൂള എന്ന് പറയും. ഈ എല്ലാ ആംപ്യൂളാസും ജോയിൻ ചെയ്യുന്ന ഒരു റീജിയൻ ഉണ്ട്. അതാണ് യൂട്രിക്കിളും സാക്യൂളും. ഈ ആംപ്യൂള എന്ന് പറയുന്ന റീജിയനിൽ ഓരോരുത്തർക്കും ഓരോ റിഡ്ജ് പോലത്തെ സ്ട്രക്ചർ ഉണ്ട്. റിഡ്ജ് എന്ന് പറയുന്നത് എന്താ, ചെറിയ പ്രൊജക്ഷൻ, അതായത് ചെറിയൊരു ബൾജിങ് പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ക്രിസ്റ്റ ആംപ്യുലറിസ്. അതേപോലെ തന്നെ ഇതിന്റെ ഒരു കോമൺ പോയിന്റ്, അതായത് സെമി സർക്കുലർ കനാല് ഉണ്ടാകുന്ന ഒരു കോമൺ പോയിന്റ് ഉണ്ടല്ലോ, അവിടെ ഉണ്ടാവും ഒരു ചെറിയ ബൾജിങ് പോലത്തെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ചെറിയ സെൻസറി ഏരിയ നമുക്ക് കാണാം. ആ റീജിയൻ നമ്മൾ യൂട്രിക്കൽ സാക്യൂൾ എന്ന് പറയും. ഈ യൂട്രിക്കലിന്റെ സാക്യൂളിനും ഉണ്ട് എന്ത് റിഡ്ജ് പോലത്തെ സ്ട്രക്ചർ. ആ റിഡ്ജ് പോലത്തെ സ്ട്രക്ചർ നമ്മൾ മാക്യുല എന്ന് പറയും. ഇതിനെ രണ്ടിനെയും കൂടി മാക്യുലയും അതുപോലെ തന്നെ ക്രിസ്റ്റ ആംപ്യുലറിസും കൂടി കൂടിയിട്ട് നമ്മൾ പറയുന്ന പേരാണ് ഓട്ടോലിത്ത് ഓർഗൻ. അത് നമ്മൾ പറയുന്ന പേരാണ് ഓട്ടോലിത്ത് ഓർഗൻ. ആൻഡ് ദിസ് ഓട്ടോലിത്ത് ഓർഗൻ that will help in detecting the changes outside the ear or in the environmental ഉണ്ടാകുന്ന ചേഞ്ചസിനെ ഡിറ്റക്ട് ചെയ്യാനും അതിനെ റിസീവ് ചെയ്യാനും അതിനെ സെൻസ് ചെയ്യാനും കഴിവുള്ള ഭാഗമാണ് ഓട്ടോലിത്ത് ഓർഗൻ എന്ന് പറയുന്നത്. That region, it will help in maintaining the body balance. അപ്പോൾ ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇന്നർ ഇയറിന്റെ ഭാഗം എന്ന് പറയുന്ന വെസ്റ്റിബുലാർ അപ്പാരറ്റസ് ആണ് കേട്ടോ. വെസ്റ്റിബുലാർ അപ്പാരറ്റസ് it consists of 2-3 semicircular canal, ampular region. Ampular ridge is nothing but crista ampullaris, and it has utricle and saccule. Utricle and saccule has a ridge region called macula. Macula and crista or crista ampullaris together we will call as otolith organ, because that is the sensory region of the vestibular apparatus. There the body balance will be maintained. Okay, this much is clear there. Now we are going to see the cochlea region. Cochlea is a highly coiled structure where we can detect the sound. ഈ highly coiled structure നമുക്ക് പഠിക്കണമെങ്കിൽ നമുക്ക് അതിന്റെ ക്രോസ് സെക്ഷൻ എടുക്കണം. ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ we can get ഇത് ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ബോണി ലാബ്രിന്തും മെംബ്രേനിയസ് ലാബ്രിന്തും അതിനുള്ള പെരിലിംഫും എൻഡോലിംഫും അഡീഷണൽ ഓർഗൻസ് വാട്ട് എവർ ഇറ്റ് ഈസ് നീഡഡ് ഫോർ ഹിയറിംഗ് ദ സൗണ്ട് എന്തൊക്കെയാണ് നമുക്കിവിടെ നോക്കാം. So here we said ഇത് നോക്കിക്കേ, ഈ 2 ചേംബർ ഇതെന്താണ്, ബോണി ലാബ്രിന്തിന്റെ കൊണ്ടുള്ള 2 ചേംബറാണ് അല്ലെ. ആ 2 ചേംബറാണ് ഈ കാണുന്ന 2 ചേംബർ, സ്കെയില വെസ്റ്റിബുലൈ ആൻഡ് സ്കെയില ടിംപാനി. Scala vestibuli and scala tympani, that is the two peripheral bony labyrinth that will be filled with the fluid. അതിനകത്ത് ഫിൽ ചെയ്തേക്കുന്ന ഫ്ലൂയിഡ് ഏതാ, പെരിലിംഫ് ആണ് കേട്ടോ. സ്കേല വെസ്റ്റിബുലൈ ആൻഡ് സ്കേല ടിംപാനി വേർ ദ പെരിലിംഫ് ഈസ് ഫിൽഡ്.
Then we can see two membranes, it separate this chamber. പിന്നെ ഒരു മെംബ്രെയിനിയസ് ചേംബർ ഇല്ലേ, ഇതൊരു മെംബ്രെയിൻ, ഇതൊരു മെംബ്രെയിൻ, ഇതിന്റെ ഉള്ളിലത്തെ ചേംബർ. അതേപോലെ തന്നെ ഇതൊരു മെംബ്രെയിൻ, ഇതൊരു മെംബ്രെയിൻ, അതിന്റെ ഉള്ളിലത്തെ ചേംബർ. So here we can say this membrane, it is called as Reisner's membrane. Reisner's membrane ആണ് ഈ കാണുന്നത്. അപ്പൊ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ സ്കെയില വെസ്റ്റിബുലൈ, അത് ഈ ഒരു റീജിയൻ ആണ് കേട്ടോ. It opens to oval window or it is in contact with the oval window. Opens അല്ല, it is in contact with the oval window. And ഈ ഇപ്പുറത്തെ റീജിയൻ ഉണ്ടല്ലോ ഇത് താഴത്തേക്കാണ് തുറന്നിട്ടുള്ളത്. So it is in contact with the round window. Round വിൻഡോയ്ക്ക് പറയുന്ന വേറൊരു പേരാണ് fenestra. Fenestra rotundra. Round window, it is also called as fenestra rotundra. So here we can say middle membranous labyrinth upper membrane എന്ന് പറയുന്ന Reisner's membrane ആണ്. Lower membrane എന്താണ്? Basilar membrane ആണ്. ഈ basilar membrane നമുക്ക് hair cells കാണാൻ പറ്റും. The basilar membrane, it has hair cells. Our hair cells in the basal region, it is in close contact with the afferent neuron. Afferent neuron എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡിയുടെ റിസപ്റ്റർ സൈറ്റിൽ നിന്ന് മെസ്സേജ് റിസീവ് ചെയ്ത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകുന്ന പെരിഫറൽ ന്യൂറോൺ എന്ന് പറയുന്ന പേരാണ് afferent nerve എന്ന് പറയുന്നത് അല്ലേ. So here we can say there are some hair cells which is present in the basal membrane, and that hair cells basal region, it is in close contact with the afferent neuron. അതിൽ നിന്ന് നമുക്ക് ciliary bodies ന്റെ projections കാണാൻ പറ്റും. എന്താ ciliary body എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഹെയർസിന്റെ പ്രൊജക്ഷൻസ് കാണാൻ പറ്റും. ഈ ഹെയറിനെ കവർ ചെയ്തിട്ട് വേറൊരു മെംബ്രെയിൻ കാണാൻ പറ്റും. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ടെക്ടോറൽ മെംബ്രെയിൻ. ഇതിനകത്ത് ടെക്ടോറൽ മെംബ്രെയിൻ ഇതിന്റെ മേലെ അപ്രസ് ചെയ്തിട്ട് കാണാൻ പറ്റും. എന്താ അപ്രസ് ചെയ്യാന്ന് വെച്ചാൽ അതിന്റെ മേലെ ഇങ്ങനെ ചാഞ്ഞു കിടക്കുന്ന പോലെ ഒരു അവസ്ഥയിലായിരിക്കും ടെക്ടോറൽ മെംബ്രെയിൻ ഉണ്ടാവുക. അപ്പൊ നമ്മുടെ ഇതിന്റെ സ്ട്രക്ചറിൽ എന്തൊക്കെയാ കാണുന്നതെന്ന് വെച്ചാല് 3 ചേംബർ ഉണ്ട്. ഏറ്റവും പുറത്തെ ബോണി ലാബിറിന്തിന്റെ 2 ചേംബറാണ് സ്കെയില വെസ്റ്റിബുലൈ, സ്കെയില ടിംപാനി. Scala vestibuli is in contact with the oval window. Scala tympani, it is in contact with the round window. And the middle membranous labyrinth, that cavity, it is called as scala media. Scala media scala media, upper membrane it is Reisner's membrane, and lower membrane it is basilar membrane. Basilar membrane de mele hair cells undavum. Our hair cells that will be having some projections called as ciliary bodies. Ciliary body de mele press cheyyuna reethiyil tectoral membrane undavum. Ee oro membrane de per athre important aanu keto. Tectoral membrane, it will be oppressed on the ciliary bodies, and we can see the basal region of this hair cell is in close contact with the afferent neuron, afferent nerve fiber, we can say. So here this hair cell, ciliary body, tectoral membrane, this together it is called as the organ of corti. ഇതിനെ മൂന്നിനെയും കൂടി നമ്മൾ പറയുന്ന പേരാണ് organ of corti. ഈ ഒരു region നമ്മൾ പറയുന്ന പേരാണ് organ of corti. Now എങ്ങനെയാണ് സൗണ്ട് കേൾക്കുന്നതെന്ന് നമുക്ക് നോക്കാം. So here we say this sound, it will be passing through the outer ear, it reaches to the middle ear. Middle ear, it will be amplified. ഈ സൗണ്ട് എന്ന് പറയുന്നത് ശരിക്കും എന്താ? വൈബ്രേഷൻസ് ഇൻ ദ എയർ ആണ് അല്ലേ. ആ വൈബ്രേഷൻ ആംപ്ലിഫൈ ചെയ്തിട്ട് സ്റ്റേപ്പിസ് ഇറ്റ് വിൽ ഗീവ് ദാറ്റ് ആംപ്ലിഫൈഡ് വൈബ്രേഷൻസ് ടു ദ പെരിലിംഫ്. ഫസ്റ്റ് പെരിലിംഫിലേക്ക് കൊടുക്കുക അതിന്റെ ഫസ്റ്റ് വൈബ്രേഷൻ വന്നിട്ട്. പെരിലിംഫ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തും വൈബ്രേറ്റ് ചെയ്യും, എൻഡോലിംഫും വൈബ്രേറ്റ് ചെയ്യും. ഇനി ഞാൻ ആ വൈബ്രേഷൻ പറയാൻ പോകുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പൊ സ്കെയില വെസ്റ്റിബുലൈ ആൻഡ് സ്കെയില ടിംപാനി ഇത് രണ്ടും എന്താണ്? ബോണി ലാബ്രിന്ത് വിച്ച് ഇസ് ഫിൽഡ് വിത്ത് പെരിലിംഫ്. ആ പെരിലിംഫ് എന്തുകൊണ്ട് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും? ഈ ഓവൽ വിൻഡോവും റൗണ്ട് വിൻഡോയിലും ഉണ്ടാകുന്ന വൈബ്രേഷൻസ് ആ പെരിലിംഫ്, അതായത് സ്കെയില വെസ്റ്റിബുലൈയിലും സ്കെയില ടിംപാനിയിലും ഉള്ള പെരിലിംഫിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. So when this vibration occurs in this region, automatically that perilymph in that vibration, it will be passed to scala media. കാരണം എന്താ? സ്കെയില മീഡിയയും ഈ 2 ചേംബറും തമ്മിൽ
separate ചെയ്തേക്കുന്ന just membrane വെച്ചിട്ടാണ്. So here the vibration in the perilymph, it can make vibration in scala media also. Scala media vibration ഉണ്ടാവുമ്പോൾ എന്ത് പറ്റും? ഈ organ of corti എന്ന് പറയുന്ന region vibration ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ hair cells will undergo vibration. Hair cells vibrate ചെയ്ത automatic ആയിട്ട് നമ്മുടെ ciliary bodies also will undergo vibration. ആ ciliary body ഉണ്ടാകുന്ന vibration that will make a change in the tectoral membrane. ആ tectoral membrane ന്റെ മേലേക്ക് കിടക്കുന്ന ചാഞ്ഞു കിടക്കുന്ന പോലെയാവും. അപ്പോൾ എന്താവും? That will be detected by the afferent neuron which is going from the cochlea region to the forebrain, that is to the temporal region, temporal lobe of the forebrain. There the sound, it will be vibration, it will be detected in the form of sound. A vibration chennittu adu oru sound inde form il detect cheyum. So here we said the otolith organ that will help in maintaining the body balance nu parna alle. Otolith organ lum ee parayna perilymph inde endolymph inde vibrations thanneyanu receive cheyyunnathu aare the this one macula as well as the crista ampullaris region. Maculalum crista ampullaris region il detect cheyyunna perilymph inde endolymph inde vibration ആണ് നമ്മുടെ ബോഡിയിലെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മെക്കാനിസം ഓഫ് ഹിയറിംഗ് പറഞ്ഞ എങ്ങനെയാന്ന് വെച്ചാൽ, സി ഹിയർ എക്സ്റ്റേണൽ ഇയർ പിന്ന, ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ റിസീവിംഗ് ദ സൗണ്ട് and it passes the sound through this external auditory canal. It reaches to the tympanic membrane. Tympanic membrane will undergo vibration. That vibration will be captured by malleus incussus stapes and that will amplify that vibration. That vibration, it passes to the perilymph, that is through the oval window and round window. We can see the vibration of the perilymph automatically make vibrations in the endolymph. In the vestibular apparatus, the otolith organ, it will capture that sense from the outside, or that sensation or pressure from the outside, and we can see there will be the stimulation in the crista ampullaris as well as in the macular region that will help in maintaining the body balance. And we can see in the cochlea region, the scala vestibuli and scala tympani, it receive the vibrations from the oval window and round window respectively. These vibrations will be passed in the scala media region. There we can see the organ of corti, which consists of the hair cells as well as the ciliary bodies. Ciliary bodies are covered by the tectoral membrane and the basal part of the hair cell is in close contact with the afferent neuron. So the vibration, when it occurs inside the endolymph of this scala media, we can see that vibration, it is easily passed to the afferent neuron, and there some changes it occurs in the hair cells, and there is some changes in the tectoral membrane which is covering the hair cells, and these all will be detected through the afferent neuron, and it passes this message to the temporal lobe of the forebrain, and these vibrations can be detected in the form of sound in the forebrain, that is in the temporal lobe of the forebrain. So this is all about this one, ear and the mechanism of hearing. Okay, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഡൗട്ട് അധികം വരാനില്ല. ഇത് ഈസിയാണ്, ഈസി പോർഷനാണ്. നമ്മളിത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു പോർഷനാണ്. മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കുമ്പോൾ എല്ലാവരും ബ്ലർ ആയിട്ടിരിക്കും. സോ സ്റ്റഡി വെൽ, ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ പുട്ട് ഇൻ ദ കമൻറ്റ് ബോക്സ്. Okay, so this is all about this session.